അപ്പോഴേ ഞാനിന്നുള്ളത് നമ്മുടെ പള്ളത്തേരി ഭാഗത്താണ് കേട്ടോ. നമ്മുടെ പാലക്കാട് ടൗണിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ വ്യത്യാസം. നമ്മുടെ പാലക്കാട് BP കൂട്ടുപാതയിൽ നിന്ന് നമ്മൾ നേരെ പൊള്ളാച്ചി റോഡില്ലേ, ഈ പൊള്ളാച്ചി റോഡ് പോകുന്ന സമയത്ത് നമ്മുടെ പള്ളത്തേരി ജംഗ്ഷൻ, ഈ പള്ളത്തേരി ജംഗ്ഷനിൽ നിന്ന് നേരെ നമ്മൾ, അതായത് ചായക്കട സ്റ്റോപ്പിൻ്റെ അടുത്ത ജംഗ്ഷനാണ് പള്ളത്തേരി ജംഗ്ഷൻ. ഈ ജംഗ്ഷനിൽ നിന്ന് നേരെ 200 മീറ്റർ, നേരെ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് 200 മീറ്റർ നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ദേ കിടക്കുന്ന ലാൻഡ് കൊടുക്കാൻ വന്നിരിക്കുന്നതാണ് കേട്ടോ. അതിനകത്ത് മെയിൻ ഹൈലൈറ്റ് പറഞ്ഞേട്ടെ, ദേ കാണുന്ന രീതിയിൽ 5 മീറ്റർ നല്ല ടാർ റോഡ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതായത് ആ അറ്റം വരെ ഏത് പ്ലോട്ട് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റും. അതായത് കിഴക്കോ തെക്കൊക്കെ വാസ്തു നോക്കുന്നവരുണ്ടാവുമല്ലോ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഏത് ഭാഗത്ത് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നല്ല ടാർ റോഡ് സൗകര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇലക്ട്രിസിറ്റി പോസ്റ്റ് നേരെ ഫ്രണ്ടിലുണ്ട്. ഈ പോസ്റ്റ് നമ്മുടെ എന്ത് ചെയ്യും, ഈ എൻഡ് വരെ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ മറ്റൊരു ഹൈലൈറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ഈ കാണുന്നത് വല്ല പഞ്ചായത്ത് റോഡാണ്. ഇതിനോട് ചേർന്ന് ആ ഭാഗം കണ്ടോ, ആ വീടിനും അതിനോട് ചേർന്നിട്ട് നമുക്ക് ആ കാണുന്ന വീടുകളിലേക്ക് പോകുന്ന രീതിയിൽ റോഡ് സൗകര്യം ഉണ്ട്. അതായത് ആ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്ലോട്ട് എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ വെള്ളത്തിൻ്റെ സോഴ്സ് ഇത് പറഞ്ഞാൽ ഈ കാണുന്നുണ്ടല്ലേ, ഇത് നല്ലൊരു ഓപ്പൺ കിണറാണ് കേട്ടോ. അതായത് വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ള കിണർ. നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കിയാൽ തന്നെ മനസ്സിലായി, ഏത് പ്ലോട്ട് ചെയ്താലും നമുക്ക് കിണർ വെള്ളമൊക്കെ നല്ല സുഖമായിട്ട് കിട്ടുന്ന ഏരിയയാണ്. അതായത് നമ്മുടെ പ്രൈം കോളേജ് ഉണ്ടല്ലോ, ഈ പ്രൈം കോളേജിലോട്ട് ഇവിടുന്ന് 2 കിലോമീറ്റർ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പോളിടെക്നിക്കിലോട്ടാണെങ്കിൽ ഒരു 2.5 കിലോമീറ്റർ, ഇത്രയും ദൂരം വരുന്നുള്ളൂ. അപ്പോൾ നല്ല സൗകര്യങ്ങളുള്ള ഭാഗമുണ്ട്. പാലക്കാട് ടൗണിൽ നിന്നാണെങ്കിലും ഇനി ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പൊള്ളാച്ചി റോട്ടിലോട്ടാണെങ്കിലും എലപ്പുള്ളി പാറയൊക്കെ പോകാനാണെങ്കിലും സൗകര്യങ്ങളുള്ള നല്ലൊരു ഏരിയയാണ്. ഇത് മൊത്തത്തിൽ നമുക്ക് പറമ്പ് കാറ്റഗറി ഉണ്ട്. അതായത് കരഭൂമിയായി കിടക്കുന്നതാണ്. അതായത് ഡോക്യുമെൻറ്റും കാര്യങ്ങളെല്ലാം തന്നെ പക്ക ക്ലിയർ ആക്കിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളതാണ്. ലോണോ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്തു തരാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 5 സെൻറ്റായിട്ടോ 6 സെൻറ്റോ 7 നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഒറ്റപ്പെട്ട ഭാഗമല്ലാതാണ്ടോ, വീടുകൾ ചുറ്റിനും ഒരുപാട് വീടുകളുള്ള നല്ല ഏരിയ ആണ്. അപ്പോൾ ഒരുപാട് വീടുള്ള ഭാഗമാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 5 സെൻറ്റോ 6 സെൻറ്റോ ആയിട്ട് സ്ഥലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു തരാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് ഒരു 3 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് സ്ഥലമായിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ റോഡ് സൈഡ് ആണെങ്കിൽ ചെറിയൊരു വ്യത്യാസം അതിനകത്ത് വരും. അപ്പോൾ റോഡ് ബാക്കിൽ നിന്നൊന്നും ഇല്ല കേട്ടോ, കാരണം അത് എല്ലാം അങ്ങനെ കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരു 3 ലക്ഷം രൂപയെ കൊടുത്തു കഴിഞ്ഞാൽ പെർസെൻറ്റ് കൊടുത്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് സ്ഥലം മേടിച്ചെടുക്കാൻ പറ്റും. പിന്നെ ലോണ് കാര്യങ്ങൾ വേണമെങ്കിൽ ആ രീതിക്കും ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ഭൂമി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആർക്കും കമ്മീഷനും ബ്രോക്കറേജ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഡയറക്റ്റ് ഓണറുടെ നമ്പറാണ് താഴത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി വന്ന് കാണാനും കൂടുതൽ കാര്യങ്ങൾ അറിയാനൊക്കെ ആയിട്ട് നേരിട്ട് ഓണറെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓണറുടെ നമ്പറാണ് ഞാൻ താഴത്ത് കൊടുക്കുന്നത്. പിന്നെ പള്ളി ആയിക്കോട്ടെ, അമ്പലം ആയിക്കോട്ടെ, മാർസ് ആയിക്കോട്ടെ, ഒക്കെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ ഒരു ഭാഗത്ത് ലൊക്കേഷനിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മിക്സ്ഡ് കമ്മ്യൂണിറ്റീസാണ്, എല്ലാ ആൾക്കാർക്കുള്ള ഏരിയ ആണ്. അപ്പം അത്രയും നല്ലൊരു ഭൂമിയാണ്. പിന്നെ ബാക്ക് സൈഡൊക്കെ അത്യാവശ്യം നല്ല പാടത്തിൻ്റെ സൈഡാണ് കേട്ടോ. അതുകൊണ്ട് നല്ല കാറ്റും വെളിച്ചമൊക്കെ ഇട്ട് നല്ല ഒരു സൈലൻ്റായിട്ട് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ആണ്. ടൗണിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, നല്ല സൗകര്യങ്ങളുള്ളൊരു ഭാഗം കൂടി. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ബാക്കി നിങ്ങൾ നേരിട്ട് സംസാരിക്കുക, നല്ല പ്രൈസിന് ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി നോക്കുന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തിട്ട് വേറെ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടോ.